നമസ്കാരം. ഇന്നത്തെ ആയുർജീവനത്തിൻ്റെ ടോപ്പിക്ക് അൾസേഴ്സ് ആണ്. അതായത് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഓപ്പൺ സോർ എന്നാണ് മെഡിക്കലി ഇതിനെ പറയുന്നത്. അതായത് തുറന്ന വ്രണങ്ങളാണിവ. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിലുണ്ടാകുന്ന വ്രണങ്ങളെയാണ് നമ്മൾ അൾസേഴ്സ് എന്ന് പറയുന്നത്. ഇവ ശരിക്കും ഈ ഡിയോഡിനം, അതുപോലെ ഈസോഫാഗസ്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് നമ്മുടെ തൊണ്ടയെ കണക്ട് ചെയ്യുന്ന ഈസോഫാഗസിലോ ഡിയോഡിനത്തിലോ അതുപോലെ നമ്മുടെ ആമാശയത്തിലുമൊക്കെ വരുമ്പോഴാണ് ഇവയെ പെപ്റ്റിക് അൾസേഴ്സ് എന്ന് മെഡിക്കലി നമ്മൾ പറയുന്നത്. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ആസിഡുകൾ. അതായത് ദഹനരസങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ്റിൽ ഒരുപാട് ആസിഡ്സ് ഉണ്ടാകും. ഈ ആസിഡുകളും ഈ ബാക്ടീരിയയുമായിട്ട് ആണ് നമ്മുടെ വയറ്റിൻ്റെ ഈ ലൈനിങ്ങിൽ ചെറിയ ഈ ഹോളുകളായിട്ടുള്ള വ്രണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ കൂടുമ്പോഴാണ് നമുക്ക് ഈ അൾസറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ അറിയുന്നത്. ഈ അൾസർ ശരിക്കും ഒരു വലിയൊരു ഫേറ്റലായിട്ടുള്ളൊരു അസുഖമല്ല എങ്കിലും ഇൻറ്റേർണലായിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കണം, അതായത് ഹെമറേജസ് ഒക്കെ വരാൻ ഇത് വളരെയധികം അൾസർ മൂത്ത് കഴിയുമ്പോൾ വല്ലാതെ ഒരു ഹെമറേജിനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഓർഗനിൽ, അതായത് നമ്മളിപ്പോൾ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിലാണ് ഈ അൾസർ ശരിക്കും ഉണ്ടായി തുടങ്ങുന്നതെങ്കിലും ഇത് വളരെ കൂടുമ്പോൾ, അൺട്രീറ്റഡ് ആയിട്ട് ഇത് വളരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടുത്തുള്ള കലകളെയും കോശങ്ങളെയും ബാധിച്ച് ഒരു ഓർഗൻ ഫെയിലിയറിന് തന്നെയുള്ള, അതായത് ഓർഗൻ ഇൻഫെക്ഷന് തന്നെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ അൾസർ നേരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു വേദനയാണ് അൾസറിൻ്റെ ലക്ഷണം. അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ എപ്പോഴും കാണും. നമ്മൾ ഈ വയറ്റിലെ അൾസറിൻ്റെ വ്രണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കാനം, വളരെ സിവിയർ ആകുമ്പോൾ ഛർദിൽ കാണും. അതുപോലെ തന്നെ ക്ഷീണം, സ്ഥിരമായിട്ടൊരു ക്ഷീണം കാണും, ഭക്ഷണം വേണ്ട എന്നൊരു തോന്നൽ കാണും. ഈ ക്ഷീണവും തലകറക്കവും ഈ നെഞ്ചരിച്ചിലും വയറുവേദനയോടുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു അൾസറിൻ്റെ സിംറ്റം തന്നെയായിരിക്കും. അൾസറിനുള്ള ഹോം റെമഡീസാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെമഡീസ്. അതിലാദ്യം ഞാൻ പറയുന്നത് ക്യാബേജിനെ കുറിച്ചാണ്. ക്യാബേജ് വെറും വയറ്റിൽ ഒരല്പം വെള്ളവുമായിട്ട് ചേർത്ത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരല്പം ഉപ്പിടാം. ഇത് വെറും വയറ്റിൽ ഒരു അര ഗ്ലാസ് എങ്കിലും റെഗുലറായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അൾസറിൻ്റെ വ്രണം ഹീലാവുന്നതിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഈ ക്യാബേജ് ജ്യൂസ്. അതുപോലെ തന്നെ നമ്മൾ അൾസർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഭക്ഷണ വസ്തുക്കളാണ് നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഇതിന് മുമ്പ് ഞാൻ മിക്ക എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, ഇവയ്ക്കെല്ലാം തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഹെലിക്കോബാക്ടർ പൈലോറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുള്ള ഇത്തരം ഭക്ഷണ വസ്തുക്കൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ചും നമ്മുടെ വായിലുണ്ടാകുന്ന സോറുകൾക്കൊക്കെ തന്നെ നമ്മൾ ഈ ഉള്ളി ചതച്ച് പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് മൗത്ത് അൾസറിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ള വ്രണങ്ങൾ ഉണങ്ങുന്നതിനും ഈ ചെറിയുള്ളി ചതച്ച് പാലിലിട്ട് കുടിക്കുന്നത് നല്ലതാണ്. വെറും വയറ്റിലാണെങ്കിൽ വളരെ നല്ലത്. അതുപോലെ തന്നെ ഇഞ്ചിച്ചാറ് എടുക്കാം, വെളുത്തുള്ളി ചാറ്, ഇതൊക്കെ കഴിക്കുന്നത് ഈ അൾസറിൻ്റെ വ്രണങ്ങൾ ഉണങ്ങാൻ എഫക്റ്റീവായിട്ടുള്ള റെമഡി തന്നെയാണ്. അൾസറിനുള്ള മറ്റൊരു ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ്. ഒട്ടും തന്നെ പുളിക്കാത്ത, അതായത് നമ്മൾ തൈര് ഉറച്ച് ഒരു 4-5 മണിക്കൂർ ആകുമ്പോഴുള്ള തൈര് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഈ വ്രണങ്ങൾ ഉണങ്ങുന്നതിനായിട്ട്. പക്ഷേ ഒട്ടും തന്നെ പുളിക്കാൻ പാടില്ല. പുളിക്കാത്ത തൈര് ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കഴിക്കുന്നത് ഈ ഭക്ഷണത്തിലുള്ള ഈ സ്പൈസ് ഒരല്പം കൂടിയാലുമൊക്കെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനും ഈ അൾസർ ഹീലാവുന്നതിനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു നാച്ചുറൽ റെമഡിയാണ്. ഒരുപാട് എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ അൾസറിൻ്റെ ഒരു ടെൻഡൻസി ഉള്ളവരെ കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് വിശന്നിരുന്ന് കഴിക്കുമ്പോൾ ഇത്തരം ഭക്ഷണ വസ്തുക്കൾ പാടെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ പുളിപ്പുള്ള ഒരുപാട് അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഈ അൾസറിനൊരു റീസണാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് നമ്മുടെ ആ വയറ്റിലെ ഒരു അസിഡിക് ആയിട്ടുള്ള ആംബിയൻസ് ഇല്ലാതാക്കുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും ഈ ഉള്ള അൾസറിനെ വളരെയധികം കൂട്ടുന്നതിന്, തീ കത്തിക്കുന്നത് പോലെ ഒരു രീതിയാണ് ഈ സ്മോക്കും ആൽക്കഹോളും നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക അൾസറിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും നമ്മൾ സമയാസമയത്തുള്ള നമ്മുടെ ആഹാരവും അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, കൂടുതൽ പഴങ്ങളും വെജിറ്റബിൾസും കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ക്രോണിക് ആയിട്ടുള്ള ഒരു അൾസർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഹോം റെമഡീസിലും ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ 100% നമുക്കത് ക്യൂർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.